السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 214 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ട ആളുകൾ, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 214 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യൻദുറു ഇലൈക അഫഅൻത തഹ്ദിൽ ഉംയ വലൗ കാനൂ ലാ യുബ്സിറൂൻ. إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون. ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين. وإما نرينك بعض الذي نعدهم أو نتوفينك فإلينا مرجعهم ثم الله شهيد على ما يفعلون. ولكل أمة رسول فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون. ويقولون متى هذا الوعد إن كنتم صادقين. قل لا أملك لنفسي ضرا ولا نفعا إلا ما شاء الله. لكل أمة أجل فإذا جاء أجلهم فلا يستأخرون ساعة ولا يستقدمون. قل أرأيتم إن أتاكم عذابه بياتا أو نهارا ماذا يستعجل منه المجرمون. أثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون. ويستنبئونك أحق هو قل إي وربي إنه لحق وما أنتم بمعجزين. صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 43 മുതൽ 53 വരെയുള്ള 10 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 214 പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചിരുന്നത് ചില മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിശ്വസിച്ചേക്കാം എന്നു കരുതി അവരെ കേൾപ്പിക്കാൻ ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അല്ലാഹു തആല പറയുന്നത് സത്യം സ്വീകരിക്കണം അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കണം എന്നതല്ല ആ ശ്രദ്ധിച്ച് കേൾക്കൽ കൊണ്ട് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുമെന്ന പ്രതീക്ഷ താങ്കൾക്ക് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഇനി പറയുന്നത് അതുപോലെ തന്നെ അവരിൽ ചില ആളുകളുണ്ട്, കാര്യം മനസ്സിലാക്കാനെന്ന പോലെ അങ്ങയുടെ മുഖത്ത് സാഗൂതം നോക്കിയിരിക്കും അവർ. പക്ഷേ അത് തുറന്ന മനസ്സോടുകൂടെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളും ക്ലാസ്സുകളും ഞങ്ങളും ശരിക്ക് കേൾക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അവരങ്ങനെ സാഗൂതം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നോട്ടം അവർക്ക് ഗുണം ചെയ്യില്ല. അവർക്ക് നേർവഴി കാണിച്ചു കൊടുത്താലും അത് പ്രയോജനപ്പെടുകയില്ല. പുറമേ നോക്കുമ്പോൾ അവർ കാഴ്ചയുള്ളവരാണെങ്കിലും അന്ധന്മാരുടെ അവസ്ഥയാണ് അവരുടേത്. തീരെ ബോധമില്ലാത്ത അന്ധന്മാർക്ക് മാർഗദർശനം നൽകി നേർവഴിയിലേക്ക് നയിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ് അവരുടെ അവസ്ഥ. ഇതാണ്
43-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. തൊട്ട് മുമ്പുള്ള ആയത്തിനോട് ചേർന്ന് തന്നെ പഠിക്കേണ്ട ആയത്താണ് ഇത്. കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പഠിച്ച ആയത്തും ഇതും ചേർത്ത് പഠിക്കേണ്ട ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യൻദുറു ഇലൈക അഫഅൻത തഹ്ദിൽ ഉംയ വലൗ കാനൂ ലാ യുബ്സിറൂൻ. വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ ചില ആളുകൾ യൻദുറു ഇലൈക അങ്ങയെ സശ്രദ്ധം വീക്ഷിക്കുന്ന, അങ്ങയിലേക്ക് ശ്രദ്ധയോടെ നോക്കുന്ന ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ഉദ്ദേശം നല്ലതല്ല. അഫ അന്ത തഹ്ദിൽ ഉംയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫ അന്ത എന്നാൽ താങ്കൾക്ക് മാർഗദർശനം നൽകാൻ കഴിയുമോ അൽ ഉംയ അന്ധന്മാർക്ക്. അഫ അന്ത തഹ്ദിൽ ഉംയ അന്ധന്മാർക്ക് നേർവഴി കാട്ടാൻ താങ്കൾക്ക് സാധിക്കുമോ. വലൗ കാനൂ ലാ യുബ്സിറൂൻ അവർ കണ്ടു മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിലും. കണ്ടു മനസ്സിലാക്കാനൊരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനൊരു സന്നദ്ധത അവരിൽ വേണ്ടേ? അപ്പോഴല്ലേ അവർ നേർവഴിയിലേക്ക് നയിക്കാൻ കഴിയൂ. അല്ലാത്ത ആളുകൾ എങ്ങനെയാണ് നേർവഴിയിലേക്ക് നയിക്കാൻ കഴിയുക? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അടുത്ത 44-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഈ ഒരു അവസ്ഥ അവർക്ക് വന്നത് അള്ളാഹു അവരോട് അനീതി ചെയ്തത് കൊണ്ടല്ല, അവർ മനഃപൂർവ്വം സത്യനിഷേധികളായതുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു ദുരവസ്ഥ അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്നത് എന്നാണ് ഇനി 44-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈആ വലാകിന്നന്നാസ അൻഫുസഹും യദ്ലിമൂൻ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല ലാ യദ്ലിമുന്നാസ ശൈഅൻ ആളുകളെ ഒട്ടുമേ ദ്രോഹിക്കുകയില്ല തന്നെ. അള്ളാഹു ആരെയും ദ്രോഹിക്കുകയില്ല, തീരെ ദ്രോഹിക്കില്ല. ശൈഅൻ തീരെ. വലാകിന്നന്നാസ പക്ഷേ ജനങ്ങളാണ് അൻഫുസഹും അവരെ തന്നെ യദ്ലിമൂൻ അക്രമം അല്ലെങ്കിൽ അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവരോട് തന്നെ ദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ തന്നെ ദ്രോഹിക്കുകയാണ്. അപ്പോൾ അവർ സത്യനിഷേധത്തിൽ തുടരാൻ സന്നദ്ധത കാണിച്ചത് കൊണ്ട് അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാനുള്ള സന്നദ്ധത കാണിക്കാത്തത് കൊണ്ട് അവർ തന്നെ അവരോട് ദ്രോഹം ചെയ്തതാണ്. അത് അള്ളാഹു അല്ല അവരെ ഇങ്ങനെയാക്കി മാറ്റിയത്. ഇതാണ് ആയത്തിൻ്റെ ആശയം. കഴിഞ്ഞ പേജിൽ സൂചിപ്പിച്ച പോലെ 43-ാമത്തെ ആയത്തിൽ പറഞ്ഞ അന്ധതയും 42-ാമത്തെ ആയത്തിൽ പറഞ്ഞ ബധിരതയും എല്ലാം ആലങ്കാരികമാണ്. സന്മാർഗനിഷ്ഠരും സത്യസന്ധരുമായ എത്രയോ അന്ധരും ബധിരരുമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ശരിയായ പന്താവ് കാണാനും അവൻ്റെ ആയത്തുകൾ കേൾക്കാനും സന്നദ്ധത കാണിക്കാത്ത ചില സങ്കുചിത മനസ്കരായ നിഷേധികളാണ് ഇവിടെ ഉദ്ദേശം. അവരെയാണ് അന്ധന്മാരോടും ബധിരന്മാരോടും സാദൃശ്യപ്പെടുത്തുന്നത്. പക്ഷെ അന്ധന്മാരുടെ കൂട്ടത്തിലും ബധിരന്മാരുടെ കൂട്ടത്തിലും തന്നെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അവരെ പോലെയല്ല ഇവർ ഒന്നിനും തയ്യാറല്ല, സന്നദ്ധരല്ല. അതുകൊണ്ട് അത്തരക്കാർ സ്വന്തത്തോട് തന്നെ ദ്രോഹമാണ് അനുവർത്തിക്കുന്നത്. കാരണം ആ നിഷേധത്തിനു പകരമായി അവർക്ക് കാലാകാലത്തേക്കുള്ള പരാജയമാണ് അവർ സമ്പാദിച്ചു വെക്കുന്നത്, ദൗർഭാഗ്യമാണ് അവർ വരുത്തി വെക്കുന്നത്. ഇത് അല്ലാഹു തആല ആരെയും ദ്രോഹിച്ചത് കൊണ്ടല്ല, അവർ സ്വയം വരുത്തി വെച്ച വിനയാണ്. ഇനി നമുക്ക് 45-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബഹുദൈവ വിശ്വാസികളും സത്യനിഷേധികളും പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോഴുള്ള അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത്. പ്രവാചകന്മാരും അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളും പ്രവചിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പുലർന്ന ഒരു ലോകമാണല്ലോ പരലോകം. അതവരവിടെ ശരിക്ക് കാണും. ശിക്ഷയും വേദനയും നരകത്തിൻ്റെ തീയും ആകെ ബേജാറും പരിഭ്രമവുമാണ് എല്ലായിടത്തും ഉണ്ടാവുക. പരലോകത്ത് ആകെ ബേജാറായി സ്വയം മറന്നുപോകുന്ന, പരിസരബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മുമ്പ് കഴിഞ്ഞു പോയതെല്ലാം വളരെ നിസ്സാരമായി അനുഭവപ്പെടും. അപ്പോൾ അവിശ്വാസികളായ ആളുകൾക്ക് ഭൂമിയിൽ അവർ 1-2 മണിക്കൂർ മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുക. അത്രയും നിസ്സാരമായി തോന്നും അവർക്ക് ഭൂമിയിലെ വാസം. അള്ളാഹുവിനെ മറന്ന് മതിമറന്ന് അഹങ്കരിച്ചിരുന്ന ഭൗതിക ലോകത്തുണ്ടായിരുന്ന കൂട്ടുകാരെ പരലോകത്ത് വെച്ച് അവർ പരസ്പരം കാണും, അവർ തിരിച്ചറിയും. തമ്മിൽ കാണുമ്പോൾ പിരിഞ്ഞിട്ട് അധിക കാലമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത വിധം അവർ പരസ്പരം തിരിച്ചറിയും. ഇത് ദുനിയാവിലുണ്ടായിരുന്ന ആളുകളാണല്ലോ എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. പക്ഷേ പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിയുന്ന ആ സമയത്ത് പഴയ സ്നേഹബന്ധം പുതുക്കാനൊന്നുമല്ല അവർ ശ്രമിക്കുക. അതിനൊന്നും അവർക്കവിടെ കഴിയില്ല.
വല്ലാത്ത ദയനീയമായ ദുരവസ്ഥ വന്നുപെട്ടതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ് അവർ ചെയ്യുക. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സൗഹൃദം പുതുക്കുകയല്ല പരലോകത്ത് ചെയ്യുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരും. ഇങ്ങനെ ഒരു ദുര്യോഗം നമുക്ക് വന്നത് നീ കാരണമാണ്, നീയാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തും. എൻ്റെ പരാജയത്തിന് കാരണക്കാരൻ നീയാണ് എന്നൊക്കെ പറയും എന്ന പരലോക ജീവിതത്തെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതിനെയും നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകൾ രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാതെ നഷ്ടത്തിലും കഷ്ടത്തിലും അകപ്പെട്ടു കഴിഞ്ഞിരിക്കും പരലോകത്ത്. ഇതാണ് 45 അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഹ്ശുറുഹും കഅൻ ലം യൽബസൂ ഇല്ലാ സഅതൻ മിനൻ നഹാരി യതആറഫൂന ബൈനഹും ഖദ് ഖസിറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹി വമാ കാനൂ മുഹ്തദീൻ. വയൗമ യഹ്ശുറുഹും, അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം സ്മരണീയമത്രേ. ആ ദിവസം നിങ്ങൾ ഓർക്കണം. യഹ്ശുറുഹും, അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. എന്താണ് അന്നത്തെ പ്രത്യേകത? കഅൻ ലം യൽബസൂ ഇല്ലാ സഅതൻ മിനൻ നഹാർ, പകലിലെ 1 മണിക്കൂർ മാത്രമേ ഭൗതിക ലോകത്ത് താമസിച്ചിട്ടുള്ളൂ എന്ന പ്രതീതിയാണ് അവർക്കുണ്ടാവുക. കഅൻ ലം യൽബസൂ, അവർ താമസിക്കാത്തതുപോലെ, ഇല്ലാ സഅതൻ മിനൻ നഹാരി, പകലിൽപ്പെട്ട ചില സമയങ്ങൾ അല്ലെങ്കിൽ പകലിൽപ്പെട്ട 1 മണിക്കൂർ, അത് മാത്രമേ അവർ താമസിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നും. അത്രയും നിസ്സാരമായ ദുന്യാവിലെ ജീവിതത്തെ അവർ കണക്കാക്കും, അല്ലെങ്കിൽ അവർക്ക് അവിടെ അങ്ങനെ അനുഭവപ്പെടുമെന്നർത്ഥം. കഅൻ ലം യൽബസൂ ഇല്ലാ സഅതൻ മിനൻ നഹാർ, പകലിലെ 1 മണിക്കൂറല്ലാതെ അവർ അവിടെ താമസിച്ചിട്ടില്ല എന്നവർക്ക് തോന്നും. യതആറഫൂന ബൈനഹും, പരസ്പരം അവർ തിരിച്ചറിയും. അവർ പരസ്പരം കൂട്ടുകാരെയും മറ്റുമൊക്കെ തിരിച്ചറിയും. ഖദ് ഖസിറ അല്ലദീന കദ്ദബൂ, അല്ലാഹു തആല പറയാണ്, ആ ആളുകൾ ആ സമയത്ത് അവർക്ക് ബോധ്യമാകും അവർ നഷ്ടത്തിലായിട്ടുണ്ട്. ഖദ് ഖസിറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ല, അള്ളാഹുവിനെ ഇങ്ങനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യത്തെ നിഷേധിച്ച ആളുകൾ അവർ പരാജിതരായത് തന്നെയാണ് തീർച്ച. വമാ കാനൂ മുഹ്തദീൻ, അവർ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല. ഖിയാമത്ത് നാളിൻ്റെ ബേജാറുകൊണ്ട് ആ ബേജാറ് അനുഭവിക്കുമ്പോൾ അവർക്ക് തോന്നും, പകൽ കുറച്ച് സമയമല്ലാതെ ദുന്യാവിൽ അവർ താമസിച്ചിട്ടില്ല, വളരെ പെട്ടെന്ന് ദുന്യാവിൽ നിന്നും കൊണ്ട് അവർ പോന്നിട്ടുണ്ട്. സംഭവം 60, 70, 80 വർഷം ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നിസ്സാരമായി തോന്നുകയാണ് അവർക്ക്. അവിശ്വാസികൾക്ക് ഇങ്ങനെ തോന്നുമെന്ന കാര്യം ഒന്നിലധികം സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിലെ അതിഭയാനകമായ അവസ്ഥയുടെ ബേജാറ് കൊണ്ടാണ് അവർക്കങ്ങനെ തോന്നിപ്പോകുന്നത്. മരണം മുതൽ ഭൂമിയിൽ മരണം വരെ, അതായത് ജനിച്ചതു മുതൽ മരിച്ചതുവരെ, അതുപോലെ തന്നെ മരിച്ചതു മുതൽ ബഅസ് പുനരുദ്ധാനം നടന്നതുവരെ, ഈ 2 സമയവും വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്നവർക്ക് തോന്നിപ്പോകും. സൂറത്ത് ത്വാഹയിൽ 103 വിഷയം പറയുന്നുണ്ട്. സൂറത്ത് റൂമിൽ 55 വിഷയം പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്ഖാഫിൽ 35 പറയുന്നുണ്ട്. സൂറത്തു നാസിആത്തിൽ 46 ഇതേ വിഷയം അല്ലാഹു തആല പറയുന്നുണ്ട്. ആകട്ടെ, ഇനി നമുക്ക് 46-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടും എന്ന കാര്യം തീർച്ചയാണ്. യുദ്ധങ്ങളിലും മറ്റും കൊല്ലപ്പെടാം, പരാജയപ്പെടാം, അപമാനിതരാവാം. ഇങ്ങനെ പല രൂപത്തിലും ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും അവർക്ക് വരാനിരിക്കുന്ന ഇത്തരം ശിക്ഷകളിൽ, ദുന്യാവിൽ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്ന ഇത്തരം ശിക്ഷകളിൽ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചേക്കാം. അവിടത്തേക്ക് അത് കാണാൻ ചിലപ്പോൾ സാധിക്കുകയും ചെയ്തേക്കാം. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നും വരാം. രണ്ടായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. കാരണം എങ്ങോട്ടും രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല, രക്ഷപ്പെട്ട് ഓടാൻ എവിടേക്കും കഴിയില്ല. കാരണം അവരും മടങ്ങിച്ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ അള്ളാഹു തആല തക്ക ശിക്ഷ നൽകുകയും ചെയ്യും. ഇതാണ് 46-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإما نرينك بعض الذي نعدهم أو نتوفينك فإلينا مرجعهم ثم الله شهيد على ما يفعلون. وإما نرينك,
ചിലപ്പോൾ താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കാം. ബഅദല്ലദീന നഇദുഹും, അവരോട് നമ്മൾ വാഗ്ദത്തം ചെയ്ത ചിലത് എന്ന് പറഞ്ഞാൽ അവർക്ക് വരും എന്ന് നമ്മൾ അവരോട് വാഗ്ദത്തം ചെയ്ത ചില ശിക്ഷകൾ താങ്കൾക്ക് നാം കാണിച്ചു തന്നേക്കാം. ഔ നതവഫയന്നക, അല്ലെങ്കിൽ അതിനു മുമ്പ് താങ്കളെ നാം മരിപ്പിക്കുകയും ചെയ്തേക്കാം. ചിലപ്പോൾ ചില ശിക്ഷകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ടേക്കാം ജീവിതകാലത്ത് തന്നെ. ചിലത് ആ ശിക്ഷകൾ സംഭവിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് വഫാത്തായി പോയേക്കാം. അതാണ് ഔ നതവഫയന്നക, അല്ലെങ്കിൽ അതിനു മുമ്പ് താങ്കളെ നാം മരിപ്പിക്കുകയോ ചെയ്തേക്കാം. നീ എന്ത് തന്നെ ചെയ്താലും കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകമായ വ്യത്യാസങ്ങളൊന്നുമില്ല, സമമാണ്. കാരണം ഫഇലൈന മർജിഉഹും, നമ്മിലേക്ക് തന്നെയാണ് അവരുടെ മടക്കം. ഫഇലൈന, നമ്മിലേക്ക് തന്നെയാണ് മർജിഉഹും, അവരുടെ മടക്കം. സുമ്മല്ലാഹു ഷഹീദുൻ അലാ മാ യഫ്അലൂൻ, പിന്നീട് അവരുടെ ചെയ്തികളെപ്പറ്റി അള്ളാഹു സാക്ഷിയായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സുമ്മ കൂടാതെ, അല്ലെങ്കിൽ അതിനു പുറമെ അള്ളാഹു ഷഹീദുൻ, അള്ളാഹു സാക്ഷിയാണ് അലാ മാ യഫ്അലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതിനെല്ലാം അർഹിക്കുന്ന തക്കതായ ശിക്ഷ നൽകും. അതൊക്കെ സാക്ഷിയാണ് അള്ളാഹു തആല, അതൊന്നും കാണാതിരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വരുന്ന ശിക്ഷ അങ്ങയുടെ ജീവിതകാലത്ത് വരട്ടെ, ഞങ്ങൾ വഫാത്തിന് ശേഷം വരട്ടെ, ഏതായാലും അവർക്ക് കിട്ടേണ്ടത് കിട്ടും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുത്ത ശത്രുക്കളായിരുന്ന മക്കയിലെ നിഷേധികൾ ഭൗതിക ലോകത്ത് എന്തെങ്കിലും ശിക്ഷയ്ക്ക് വിധേയരായാലും ഇനി ഇല്ലെങ്കിലും ഫലം ഒന്നു തന്നെയാണ്. പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷ ഏൽക്കേണ്ടി വരും. നരകവാസമാണ് അവർക്ക് ഏൽക്കേണ്ടി വരിക. അവരുടെ കുറ്റകൃത്യങ്ങൾ എല്ലാം അള്ളാഹു സാക്ഷിയാണ്, അതിനനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. 47-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ സമൂഹത്തിലേക്കും സമുദായത്തിലേക്കും അള്ളാഹു തആല ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. റസൂലുകളെ അയക്കാതെ ആരുടെ മേലും ശിക്ഷാ നടപടി എടുക്കാറില്ല എന്ന് സൂറത്തുൽ ഇസ്രായിൽ 15 അള്ളാഹു തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല, പ്രവാചകന്മാരെ അയച്ച് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമല്ലാതെ ഒരു ഉമ്മത്തിനെയും നമ്മൾ ശിക്ഷിക്കാറില്ല. ഇങ്ങനെ പ്രവാചകന്മാർ വന്ന് പ്രബോധനം നടത്തി തെളിവുകളൊക്കെ നൽകിക്കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കാതിരുന്നാൽ അത്തരക്കാരായ ആളുകളുടെ മേൽ നടപടി സ്വീകരിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു പതിവാണ്. അവർ ശിക്ഷിക്കപ്പെടും. അതേസമയം അവർ നിഷേധികളാണ് എന്ന് വെച്ച് അവരോട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനീതി കാണിക്കപ്പെടുമോ? അതില്ല. യാതൊരു അനീതിയും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. പ്രവാചകന്മാർ വന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് അവരെ ശിക്ഷിക്കും. അത് നീതിയാണ്. അതിലപ്പുറം അനീതി അവരോട് കാണിക്കുകയില്ല. അതോടൊപ്പം തന്നെ പ്രവാചകന്മാരും അവരുടെ കൂടെ വിശ്വസിച്ച ആളുകളും രക്ഷപ്പെടുകയും ചെയ്യും, അവർ ജയിക്കുകയും ചെയ്യും. കാരണം അള്ളാഹുവിൻ ദൂതന്മാരെ അനുസരിച്ചാൽ അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ഖുർആനിൽ പലയിടത്തും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു സംഗതി മനസ്സിലാവുകയും ചെയ്യും. അതായത് വിശ്വാസികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവിശ്വാസികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 47-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിർ റസൂൽ ഫഇദാ ജാഅ റസൂലുഹും ഖുദിയ ബൈനഹും ബിൽ ഖിസ്തി വഹും ലാ യുദ്ലമൂൻ. വലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും റസൂലുൻ, ഓരോ ദൂതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സമുദായത്തിനും നമ്മൾ ദൂതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. ഫഇദാ ജാഅ റസൂലുഹും, അങ്ങനെ അവർക്ക് നിശ്ചയിച്ച ദൂതന്മാർ അവർക്ക് വന്നാൽ, അവരുടെ അടുത്ത് വന്നാൽ, ഖുദിയ ബൈനഹും, അവർക്കിടയിൽ തീരുമാനമെടുക്കപ്പെടും, വിധി കൽപ്പിക്കപ്പെടും, ബിൽ ഖിസ്തി, നീതിപൂർവം, വഹും ലാ യുദ്ലമൂൻ, അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. ഖുദിയ ബൈനഹും ബിൽ ഖിസ്തി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ആളുകളെ രക്ഷപ്പെടുത്തുകയും വിശ്വസിക്കാത്ത ആളുകളെ അവർക്ക് അനുയോജ്യമായ ശിക്ഷ നൽകുകയും ചെയ്യും എന്ന് ആശയം. ഈ ആയത്തിന് വേറൊരു രൂപത്തിലും വ്യാഖ്യാനമുണ്ട്. ഓരോ സമുദായത്തിനും ഓരോ ദൂതനുണ്ട്. സ്വന്തം ജനതയുമായി ആ ദൂതൻ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ വ്യാഖ്യാനപ്രകാരം എന്താണ്? ദുനിയാവിൽ ഓരോ സമുദായത്തിനും ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് കേട്ടാൽ അവർ രക്ഷപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. അത് ദുനിയാവത്തെ കാര്യം. ഇനി ഈ ആയത്തിന് മറ്റൊരു തഫ്സീറുള്ളത്, പരലോകത്ത് തന്നെ ഓരോ പ്രവാചകന്മാരും
അവരവരുടെ ജനതയുമായി പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ വരും. അപ്പോൾ അവർക്കിടയിൽ അള്ളാഹു തആല നീതിപൂർവ്വം വിധി കൽപ്പിക്കും. അവരുടെ അനീതി കാണിക്കുകയില്ല. ഓരോ സമൂഹവും അവരുടെ ഉമ്മത്തും അവരവരുടെ റസൂലുകളുടെ നേതൃത്വത്തിൽ മഹ്ശറയിൽ വരുമെന്നാണ്. അങ്ങനെ വന്ന എല്ലാ സമുദായത്തിനു മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എന്നും ഹദീസുകളിൽ കാണാം. അവിടെ വെച്ച് ഒരു തരി വ്യത്യാസമില്ലാതെ ശിക്ഷയും രക്ഷയും അല്ലാഹു തആല തീർപ്പ് കൽപ്പിക്കുകയും ആരോടും അനീതി കാണിക്കാത്ത വിധം ആ വിഷയങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ 48-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികൾക്ക് ശിക്ഷ വരുമെന്ന്, ശിക്ഷയുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ താക്കീത് ചെയ്യാറുണ്ട്. മുഴുവൻ സത്യനിഷേധികളും എല്ലാ കാലത്തും ഇങ്ങനെ താക്കീത് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇത് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ധൃതി കൂട്ടും. അവർ പറയും, അങ്ങനെ ശിക്ഷ ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് വരിക, അതൊന്ന് കാണട്ടെ, വളരെ പെട്ടെന്നുണ്ടാവട്ടെ. പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ആളുകളോട് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ് ഇനി അടുത്തുള്ള ആയത്തിൽ. എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? നബിയെ, അങ്ങ് ഇങ്ങനെ പറഞ്ഞേക്കൂ, നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, എൻ്റെ സ്വന്തം കാര്യത്തിൽ പോലും അള്ളാഹു ഉദ്ദേശിച്ച പോലെ സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അവൻ ഉദ്ദേശിക്കുന്നതിനപ്പുറം എന്തെങ്കിലും ഉപദ്രവം വരുത്താനോ തടുക്കാനോ വല്ല ഉപകാരമോ ഉപദ്രവം ചെയ്യാനോ ഒന്നും എനിക്ക് കഴിവില്ല. പിന്നെ എങ്ങനെയാണ് ആ വാഗ്ദത്ത ശിക്ഷകളൊക്കെ ഇന്ന സമയത്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയുക? സ്വന്തം ഇഷ്ടമനുസരിച്ച് അതിൻ്റെ സമയം പറയാനോ മാറ്റാനോ നീട്ടാനോ ഒന്നും എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ചില നിശ്ചിത അവധികളും സമയങ്ങളും ശിക്ഷയുടെ ആഗമനത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ സമയമെത്തിയാൽ അന്നേരത്തെ അത് സംഭവിക്കും. ഇനി അത് ആ സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ സമയം വന്നാലോ അതിൽ തരി പോലും ഏറ്റക്കുറവ് സംഭവിക്കുകയും ഇല്ല, മുന്നോട്ടാവുകയില്ല. ആ നിശ്ചയിച്ച അവധിക്ക് മുമ്പ് ആ ശിക്ഷ വരികയും ഇല്ല. അത് വന്നു കഴിഞ്ഞാലോ പിന്നെ ഒട്ടും താമസമുണ്ടാവുകയും ഇല്ല. ഇങ്ങനെ മറുപടി പറഞ്ഞേക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. നോക്കാം 48ഉം 49ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ഖുൽ ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ശാഅ അല്ലാഹ് ലികുല്ലി ഉമ്മത്തിൻ അജൽ ഇദാ ജാഅ അജലുഹും ഫലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. വയഖൂലൂൻ, അവർ ചോദിക്കുന്നു, മതാ ഹാദൽ വഅദു, ഈ വാഗ്ദത്ത ശിക്ഷ എപ്പോൾ വന്നെത്തും? ഈ വാഗ്ദാനം എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ എപ്പോഴാണ് വരിക? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതൊന്ന് പറഞ്ഞവർ എപ്പോഴാണ് വരിക എന്നവർ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഖുൽ, നബിയെ അങ്ങ് മറുപടി പറഞ്ഞേക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ശാ അല്ലാഹ്. സ്വന്തത്തിനു തന്നെ ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കാൻ എനിക്കാവില്ല അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ലാ അംലികു ലിനഫ്സി, എനിക്ക് കഴിയില്ല എൻ്റെ സ്വന്തത്തിനു തന്നെ. ലാ അംലികു എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. ലിനഫ്സി, എൻ്റെ സ്വന്തത്തിന്, ദർറൻ വലാ നഫ്അൻ, ഒരു ഉപദ്രവം ഉണ്ടാക്കാനോ ഉപകാരം ഉണ്ടാക്കാനോ, ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. പിന്നെ ഞാൻ എങ്ങനെയാണ് മറുപടി പറയാം? ലികുല്ലി ഉമ്മത്തിൻ അജലുൻ, ഓരോ സമൂഹത്തിനും ഓരോ അവധിയുണ്ട്. ഓരോ സമൂഹത്തിനും ഒരു അജലുണ്ട്, നിശ്ചിത സമയമുണ്ട്. ഇദാ ജാഅ അജലുഹും, അവരുടെ ആ അജൽ വന്നു കഴിഞ്ഞാൽ, ആ അവധി എത്തിക്കഴിഞ്ഞാൽ, ഫലാ യസ്തഅഖിറൂന സഅതൻ, ഒരല്പസമയമെങ്കിലും അവർ പിന്നിലാവുകയോ വലാ യസ്തഖ്ദിമൂൻ, അവർ മുൻകടക്കുകയോ ചെയ്യില്ല. ആ സമയം എത്തിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ മറുപടി പറഞ്ഞു വെക്കും. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ച സമയത്തും രീതിയിലും മാത്രമേ നടക്കൂ. അവൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം സ്വന്തത്തിനു വേണ്ടി പോലും സ്വായത്തമാക്കാൻ തനിക്കാവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതങ്ങനെ തന്നെയാണല്ലോ. ശിക്ഷിക്കാനോ ഉന്മൂലനം ചെയ്യാനോ അള്ളാഹു ഉദ്ദേശിച്ച ഒരു സമൂഹത്തിന് പോലും അതിൻ്റെ രീതിയോ സമയമോ സ്ഥലമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനാവില്ല. ആ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ ശിക്ഷ വരും. ഇങ്ങനെ അവരോട് മറുപടി പറഞ്ഞേക്കൂ. അല്ലാതെ എപ്പോഴാണ് ശിക്ഷ വരാമെന്ന് സമയമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറയാൻ പറയുന്നത്. അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതും അല്ലാഹു തആല ഉദ്ദേശിച്ചതും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമേ എല്ലാവർക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. 50-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. ശിക്ഷ വരുമെന്നും അതുകൊണ്ട് നിങ്ങൾ ധിക്കാരവും സത്യനിഷേധവും അവസാനിപ്പിക്കണമെന്നുമാണല്ലോ എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി അപ്പോഴൊക്കെ അവർ ചെയ്യുന്നത് അവരെ പരിഹസിക്കുകയാണ്. അത്തരം പരിഹസിക്കുന്ന കുടില മനസ്കരായ ആളുകളോട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എങ്ങനെ ചോദിക്കാൻ? ശരി, നിങ്ങളിപ്പോൾ ശിക്ഷ എപ്പോൾ വരുന്നല്ല ചോദിച്ചത്, ആയിക്കോട്ടെ, രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിന് ശിക്ഷ വന്നു എന്നിരിക്കട്ടെ, അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ആ വരുന്ന സമയം എപ്പോഴാണ് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ, രാത്രിയോ പകലോ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്തു ചെയ്യാം? എല്ലാവരും നശിച്ചു നാമാവശേഷമാകുമെന്നല്ലാതെ വളരെ ധൃതിപ്പെട്ട് ശിക്ഷ ആവശ്യപ്പെടുന്ന ഈ നിലപാട് എത്രമാത്രം ബുദ്ധിശൂന്യമാണ്. ഇതാണ് അല്ലാഹു തആല ചോദിക്കാൻ പറയുന്നത്. ശിക്ഷ വന്നെത്താൻ ധൃതി കൂട്ടുകയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ബദ്ധപ്പാട് അവിവേകമാണ്. എപ്പോൾ ശിക്ഷ അയക്കണം, ആരെയൊക്കെ അത് ബാധിക്കണം, ആരൊക്കെ രക്ഷപ്പെടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നടപ്പാക്കേണ്ടത് അള്ളാഹുവാണ്. അത് സംബന്ധമായി ഈ ധൃതി കൂട്ടുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് സംഭവിക്കുമെന്നത് തീർച്ചയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പൊ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും അപ്പോഴും ധൃതി കൂട്ടാൻ ധൈര്യപ്പെടുമോ? ഇനി നിങ്ങൾ അങ്ങനെ ആ സമയത്തും ധൃതി കൂട്ടുമെങ്കിൽ ഏത് ശിക്ഷക്കായിരിക്കാണ് നിങ്ങൾ അപ്പം തിടുക്കം കൂട്ടുക? ആ ശിക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ധൃതി കൂട്ടലൊന്നും വേണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് നിങ്ങൾക്കത് ബോധ്യമാവുക. ഇതാണ് 50-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും ഇൻ അതാകും അദാബുഹു ബയാതൻ ഔ നഹാറൻ മാദാ യസ്തഅജിലു മിൻഹുൽ മുജ്രിമൂൻ. ഖുൽ, നബിയെ താങ്കൾ ചോദിക്കുക, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ, നിങ്ങൾ എന്താണ് ചെയ്യുക? ഇൻ അതാക്കും, നിങ്ങൾക്ക് വന്നാൽ, അദാബുഹു, അള്ളാഹുവിൻ്റെ ശിക്ഷ, ബയാത്തൻ, രാത്രിയിൽ, ഔ നഹാറൻ, അല്ലെങ്കിൽ പകലിൽ. അള്ളാഹുവിൻ്റെ ശിക്ഷ രാത്രിയോ പകലോ വന്നെത്തിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? മാദാ യസ്തഅജിലു മിൻഹുൽ മുജ്രിമൂൻ. ആ ശിക്ഷകളിൽ ഏതിനാണ് ആ അധർമ്മകാരികൾ തിരക്ക് കൂട്ടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാദാ യസ്തഅജിലു മിൻഹു, ആ ശിക്ഷകളിൽ നിന്ന് ഏതിനാണ് തിരക്ക് കൂട്ടുന്നത്? അൽ മുജ്രിമൂൻ, അധർമ്മകാരികൾ, കുറ്റവാളികളായ ആളുകൾ. ആ ശിക്ഷകൾ വന്നാലേ അപ്പോഴും നിങ്ങൾ ധൃതി കൂട്ടുമോ? ധൃതി കൂട്ടുകയാണെങ്കിൽ ഏത് ശിക്ഷക്കാണ് നിങ്ങൾ ധൃതി കൂട്ടുക? നിങ്ങളൊന്നിനും മെനക്കൂടില്ല അപ്പോൾ. കാരണം അപ്പം നിങ്ങൾക്ക് ബോധ്യമാവും ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന്. ആ ശിക്ഷ സംഭവിക്കാതെ പോവുകയില്ല. 51-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ധൃതി കൂട്ടി ശിക്ഷയെ പരിഹസിച്ചിരുന്നവരെല്ലാം അത് വന്നെത്തുമ്പോൾ പേടിച്ച് പിന്മാറും എന്നാണ്. അസ്വസ്ഥരാകും അവർ. ആ സമയത്ത് അവർക്ക് ബോധ്യമാകും ഈ പറഞ്ഞത് സത്യമായിരുന്നു. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ മുഅ്മിനീങ്ങളാവാൻ റെഡിയാണെന്ന് പറയും. പശ്ചാത്താപത്തിൻ്റെയും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെയും സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ആ സമയത്തെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെടുകയില്ല. അതൊരു പാഴ്വേലയായി മാറും. അതാണ് ഇനി സത്യനിശ്ചയതയോട് അല്ലാഹു തആല ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ആ ശിക്ഷ വരാൻ കാത്തുക മുസ്ലിങ്ങളാവാൻ വേണ്ടി, എന്നാൽ ആ സമയത്ത് നിങ്ങൾ മുസ്ലിമായിട്ട് കാര്യമില്ല. കാരണം സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ശിക്ഷകൾ സംഭവിക്കുന്നത് എപ്പോഴായാലും അപ്പോൾ വിശ്വസിക്കാമെന്നാണോ നിങ്ങളുടെ ഭാവം? എങ്കിൽ അതും നടപ്പില്ല. കാരണം അത് പ്രയോജനപ്പെടില്ല. അപ്പോൾ വിശ്വസിക്കുന്ന ആളുകളോട് ഈ ശിക്ഷയ്ക്ക് നിങ്ങൾ തിരക്ക് കൂട്ടിയിരുന്നവരാണല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഒരു ചോദ്യം അള്ളാഹു അവരോട് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ആ സമയത്തെ വിശ്വാസം സ്വീകാര്യമല്ല എന്ന് അപ്പോൾ വിശ്വസിക്കുന്ന ആളുകളോട് ചോദിക്കുകയും ചെയ്യും. 51-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി ആൽആന വഖദ് കുൻതും ബിഹി തസ്തഅജിലൂൻ. അസുമ്മ, എന്നിട്ട്, ഇദാ മാ വഖഅ, വന്നെത്തിയിട്ടാണോ, ആ ശിക്ഷ വന്നെത്തിയിട്ടാണോ, ആമൻതും ബിഹി, നിങ്ങൾ ഈ സത്യം വിശ്വസിക്കുന്നത്? അസുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി, എന്നിട്ട് ആ ശിക്ഷ വന്നെത്തിയിട്ടാണോ നിങ്ങളതിൽ വിശ്വസിക്കുക? അങ്ങനെയാണെങ്കിൽ
നിങ്ങളോട് പറയപ്പെടും ആ സമയത്ത്, ആൽ ആന, ഇപ്പോഴാണോ നിങ്ങളതിന് മുതിരുന്നത്? വഖദ് കുന്തും ബിഹി, നിങ്ങളായിരുന്നല്ലോ, കുന്തും ബിഹി, ആ ശിക്ഷയ്ക്ക് വേണ്ടി, തസ്തഅ്ജിലൂൻ, ധൃതി കൂട്ടി ആവശ്യപ്പെടുന്നവരായിരുന്നല്ലോ. ആൽ ആന വഖദ് കുന്തും ബിഹി തസ്തഅ്ജിലൂൻ, ഈ ശിക്ഷക്ക് തിരക്ക് കൂട്ടി ആവശ്യപ്പെടുന്നവരായിരുന്നല്ലോ നിങ്ങൾ. ഇങ്ങനെ പരിഹാസ രൂപത്തിൽ അവരോട് അല്ലാഹു തആല പറയപ്പെടുമെന്നാണ്. ശിക്ഷ വരുന്ന സമയത്ത് മുഅ്മിനീങ്ങളാകാൻ കാത്തു നിൽക്കുന്ന ആളുകളോട് അല്ലാഹു തആല പറയും, ആൽ ആന, ഇപ്പോഴാണോ നിങ്ങൾ അതിന് തയ്യാറായത്? ശിക്ഷയുടെ പിടി വീണു എന്ന് ബോധ്യമാകുമ്പോൾ, ഇനി രക്ഷപ്പെടാൻ വകുപ്പില്ല എന്ന് ബോധ്യമാകുമ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ഒരു നിലപാട് മനുഷ്യനുണ്ട്. ആ വിശ്വാസം പക്ഷേ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമല്ല. അത് അല്ലാഹു തആല സ്വീകരിക്കില്ല. ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ നേരത്ത് ഫിർഔൻ പോലും ഇങ്ങനെ മുഅ്മിനാവാൻ തയ്യാറായിരുന്നു എന്നാണ്. അവനോട് ജിബ്രീൽ ചോദിച്ചതും ഇതേ ചോദ്യമായിരുന്നു. ആൽ ആന വഖദ് അസൈത്, ആൽ ആന വഖദ് അസൈത ഖബ്ല വകുൻത മിനൽ മുഫ്സിദീൻ. മൂസാ നബി അലൈഹി സ്വലാമും കൂട്ടരും ചെങ്കടലിൽ കടന്ന് രക്ഷപ്പെട്ട് ഇപ്പുറത്തെത്തി അല്ലേ? ഫിർഔനും കൂട്ടരും കടലിലേക്ക് ഇറങ്ങി. നടുവിലെത്തിയപ്പോൾ വെള്ളം രണ്ട് സൈഡിൽ നിന്ന് കൂടി മുങ്ങി മരിക്കാൻ പോവാണ്. അപ്പോഴാണ് ബോധ്യമായത് ഇതുവരെ മൂസ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു, ആമന്തു ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, മുങ്ങി മരിക്കാൻ തുടങ്ങിയപ്പോൾ ഖാല, ഫിർഔൻ പറയുകയാണ്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ, ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ച ആ അള്ളാഹുൽ ഞാനും ഇതാ വിശ്വസിക്കുന്നു, ഞാനും മുസ്ലിങ്ങൾപ്പെട്ട ആളാണ്. എന്താ ജിബ്രീൽ ചോദിച്ചത്? ആൽ ആന അലൈഹിസ്സലാം, ഇപ്പോഴാണടാ. ആൽ ആന വഖദ് അസൈത ഖബ്ല വകുൻത മിനൽ മുഫ്സിദീൻ, ഇതുവരെ ധിക്കാരം പ്രവർത്തിച്ച് നടന്നിട്ട് മുന്നറിയിപ്പുകളൊന്നും വകവെക്കാതെ ശിക്ഷ വരുമെന്ന് പറഞ്ഞൊന്നും കേൾക്കാതെ ഇപ്പോഴാണ് നീ മുസ്ലിമാൻ തയ്യാറായത്. ഇതേ അവസ്ഥയായിരിക്കും നിങ്ങളോടും പറയാൻ പോകുന്നത് എന്നർത്ഥം. അങ്ങനെ ഒരു മറുപടി പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ 52-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികളായ ആളുകൾക്ക് ഐഹിക ലോകത്ത് വെച്ചു തന്നെ ശിക്ഷ നൽകപ്പെടുന്നതിനെ കുറിച്ചാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത്. പല കോലത്തിലുള്ള ശിക്ഷയാവാം, ഭൂകമ്പമാവാം, ഇടുത്തിയാവാം, മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളാവാം. ഇതേപോലെ പല ടൈപ്പ് ശിക്ഷകളും ഇവിടെ വെച്ച് അവർക്ക് കിട്ടും, ദുന്യാവിൽ വെച്ച് കിട്ടും. എന്നാൽ ആ ശിക്ഷ കൊണ്ട് മാത്രം അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. പരലോകത്ത് വളരെ വേദനയുള്ള ശാശ്വതമായ നരകശിക്ഷ അവർക്ക് അല്ലാഹു തആല തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നരകത്തിൽ പ്രവേശിക്കാനും ആ ശിക്ഷ ആസ്വദിക്കാനും അവരോട് പരിഹാസരൂപേണ കൽപ്പിക്കപ്പെടും എന്നാണ്. അതിനവർ അർഹരാണ്. അവരുടെ കർമ്മഫലം കൊണ്ട് മാത്രമാണ് ആ ഒരു ദുര്യോഗത്തിലേക്ക് അവർ എത്തേണ്ടി വന്നത്. അതാണ് 52-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون. ثم, പിന്നീട്, ഖീല, പറയപ്പെടും, ലില്ലദീന ളലമൂ, ആ അതിക്രമകാരികളായ ആളുകളോട്, സത്യം നിഷേധിച്ച കുഫാറുകളോട് പറയപ്പെടും. എന്താ പറയുക? ളൂഖു, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ ടേസ്റ്റ് ചെയ്തു കൊള്ളുക, അദാബൽ ഖുൽദി, ശാശ്വതമായ ശിക്ഷ, അതായത് നരകശിക്ഷ. ഹൽ തുജ്സൗന, നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ടോ, പ്രതിഫലമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ടോ, ഇല്ലാ ബിമാ കുന്തും തക്സിബൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ, നിങ്ങൾ സ്വയം ചെയ്തുകൊണ്ടിരുന്നതിനല്ലാതെ മറ്റെന്തെങ്കിലും പ്രതിഫലം നിങ്ങൾക്ക്, മറ്റെന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു നരകശിക്ഷയ്ക്ക് നിങ്ങൾ തന്നെയാണ് കാരണക്കാർ, നിങ്ങളുടെ ചെയ്തികളാണ് കാരണം. അതാണ് ഹൽ തുജ്സൗന ഇല്ലാ ബിമാ കുന്തും തക്സിബൂൻ. അപ്പോൾ ഭൗതിക ലോകത്ത് വെച്ച് ശിക്ഷ നൽകിയ ശേഷം പരലോകത്ത് വെച്ച് വീണ്ടും ശാശ്വതമായ ശിക്ഷ നൽകുക എന്നത് കുറച്ച് ഓവറല്ലേ, അമിതമല്ലേ എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനാണ് അല്ലാഹു തആല ആ ഹൽ തുജ്സൗന ഇല്ലാ ബിമാ കുന്തും തക്സിബൂൻ എന്ന് പറയുന്നത്. കാരണം അവർ ചെയ്തിരുന്നത് മഹാപാതകമാണ്. അതുകൊണ്ടാണ് രണ്ടിടത്തും ശിക്ഷ ലഭിക്കുന്നത്. അതീവ ഗുരുതരമായ മാപ്പർഹിക്കാത്ത ശിർക്കെന്ന കുറ്റകൃത്യമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഈ ശിക്ഷയൊന്നും അവർക്ക് നൽകപ്പെടുന്ന കുറ്റകൃത്യത്തിന്, അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യത്തിന് അപ്പുറമല്ല, ഒന്നും ഓവറല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. ഇനി നമ്മൾ 53-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്.
ഈ ശിക്ഷയൊക്കെ യാഥാർത്ഥ്യം തന്നെയാണോ എന്നും മുശ്രിക്കുകൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ വരും എന്ന് പറഞ്ഞ ശിക്ഷ ദുന്യാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും ഒക്കെ പറയുന്നില്ല. ഇതൊക്കെ ശരി തന്നെയാണോ, ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് പരിഹസിക്കാൻ വേണ്ടി അവർ ചോദിക്കും. അവരോട് ഇങ്ങനെ മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. മനുഷ്യർ മരിച്ചു മണ്ണായാലും പുനർജീവിപ്പിക്കപ്പെടും. അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ചോദ്യം ചെയ്യപ്പെടും. അതിനനുസരിച്ച് അവർ ഓരോരുത്തരും ശിക്ഷകൾക്കും രക്ഷകൾക്കും വിധേയരാകും. ഇതൊക്കെ അമ്പിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ സത്യം തന്നെയാണോ, വെറും തമാശയാണെന്നാണ് ചോദ്യം. അവരുടെ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറയണം. എങ്ങനെ? സംശയിക്കേണ്ട, എൻ്റെ റബ്ബിനെ തന്നെ സത്യം, ഇതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്, ഇത് ഹക്കാണ്. നിങ്ങൾ മണ്ണായി മാറിയാലും അള്ളാഹുവിൻ്റെ പിടിയിൽ അകപ്പെടാതെ അവനെ പരാജയപ്പെടുത്തി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ കരുതേണ്ട. ഐഹിക ലോകത്ത് ഈ ദുന്യാവിൽ എത്ര വലിയ കഴിവും യോഗ്യതകളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും ശരി, അള്ളാഹുവിനെ ആ ഒരു കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പരാജയപ്പെടുത്താനുള്ള കഴിവ് ഒരാൾക്കും ഇല്ല എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. 53-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്തംബിഊനക അഹഖുൻ ഹു വയസ്തംബിഊനക അഹഖുൻ ഹു ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ് വമാ അൻതും ബിമുഅ്ജിസീൻ. വയസ്തംബിഊനക, അവർ താങ്കളോട് ചോദിക്കുന്നു. അഹഖുൻ, സത്യമാണോ? ഹു, ഈ ശിക്ഷ, ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ ഈ പാരത്രിക ശിക്ഷയൊക്കെ സത്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ശിക്ഷകളൊക്കെ അഹഖുൻ ഹു, അത് സത്യമാണോ, ഹക്കാണോ എന്നവർ അങ്ങയോട് ചോദിക്കുന്നു. ഖുൽ, നബി അങ്ങ് മറുപടി പറഞ്ഞേക്കു, ഈ, അതെ, വറബ്ബി, എൻ്റെ രക്ഷിതാവിനെ തന്നെ സത്യം, ഇന്നഹു, ആ ശിക്ഷ ലഹഖുൻ, അത് ഹഖ് തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആവില്ല തന്നെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താനാവില്ല തന്നെ. ഈ എന്ന് പറഞ്ഞാൽ അതേ എന്നർത്ഥം. ഈ വറബ്ബി, അതേ, വറബ്ബി, എൻ്റെ റബ്ബിനെ തന്നെ സത്യം. വറബ്ബി എന്ന ഈ ഒരു പ്രയോഗം, എൻ്റെ റബ്ബിനെ തന്നെ സത്യം, ഇത് വളരെ ശക്തമായ സ്വരത്തിൽ സത്യം ചെയ്ത് അവിശ്വാസികളോട് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ച 3 സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. ഈ വറബ്ബി അല്ലെങ്കിൽ വറബ്ബി എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ട് കർക്കശമായ സ്വരത്തിൽ സത്യം ചെയ്ത് പറയാൻ അല്ലാഹു തആല നബിയോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ, ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ്. മറ്റൊന്ന് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ആളുകളോട് സൂറത്തു സബയിൽ 3-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാല അല്ലദീന കഫറൂ ലാ തഅതിന അസ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളോട് ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമുൽ ഗൈബ്. അവിടെ വറബ്ബി, എൻ്റെ റബ്ബിനെ തന്നെ സത്യം, ഖിയാമത്ത് നാൾ വരും എന്ന് സത്യം ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൻ്റെ ഗൗരവമാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 സ്ഥലമായില്ലേ. 3-ാമത്തേത് മരണത്തിനു ശേഷം പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളോട് സൂറത്തു തഗാബുനിൽ 7-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സഅമല്ലദീന കഫറൂ അല്ലൻ യുബഅസു ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന. സഅമല്ലദീന കഫറൂ, സത്യനിഷേധികൾ വാദിക്കുന്നു, പറയുന്നു, അല്ലൻ യുബഅസു, അവർക്ക് പുനർജന്മം നൽകപ്പെടുകയില്ല, മരിച്ചതിന് ശേഷം പിന്നീട് ജീവിതമൊന്നും ഉണ്ടാവില്ല. ഖുൽ, നബി അങ്ങ് മറുപടി പറഞ്ഞേക്കു, ബലാ വറബ്ബി, എൻ്റെ റബ്ബിനെ തന്നെ സത്യം, ലതുബഅസുന്ന, പുനർജന്മം ഉണ്ടാവും, സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ ചെയ്തതൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് അറിയിച്ചു തരും. വദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. അപ്പോൾ അവർ നിഷേധിക്കാൻ ഉപയോഗിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു തആല അവരെ ഖണ്ഡിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഈ 3 സ്ഥലങ്ങളും പരിശോധിച്ചാൽ അത് ബോധ്യമാവുകയും ചെയ്യും. മരണാനന്തര ജീവിതവും പരലോക ജീവിതവും ഒക്കെ നിഷേധിക്കുന്നതിൻ്റെ ഗൗരവം, അത്തരം നിഷേധികളോട് അള്ളാഹുവിനുള്ള കഠിനമായ അമർഷം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ.
ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഈ ഖൈറും സലാമത്തും സന്തോഷവും നൽകണം റഹ്മാൻ. ഈ ക്ലാസ് കേൾക്കുന്നവരും അധ്വാനിക്കുന്നവരും നമ്മൾ ദുആ വസിയത്ത് ചെയ്തവരും എല്ലാവർക്കും ഈ ഖൈർ നൽകണം റഹ്മാൻ. എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആരോഗ്യങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ ഖുർആനിന്, പരിശുദ്ധ ഇൽമിന്, ദീനിന് ഇഖ്ലാസോടുകൂടി ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.